ഹലോ കൂട്ടുകാരെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ആത്മാവിനെ എങ്ങനെ അറിയാമെന്നും അതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ആത്മാവിനെ എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നുള്ളതാണ്. നമ്മൾ ആത്മാവിനെ അറിയുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗാർഡിയൻ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹമാണ് നമ്മുടെ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും സ്പിരിച്വൽ വേൾഡിലിരുന്ന്, അതായത് പരലോകത്തിരുന്ന് ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഇദ്ദേഹമാണ്. അപ്പോൾ ആ ആളിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാനും ആത്മാവിനെ അറിയാനും നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ട വഴികൾ എന്താണെന്ന് അറിയാനും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വപ്നങ്ങളിലൂടെയും ചില ദൃശ്യങ്ങളിലൂടെയും ചില അനുഭവങ്ങളിലൂടെയും സൗണ്ടുകളിലൂടെയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഗൈഡാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പിരിറ്റ് ഗൈഡുമായിട്ട് നമുക്ക് എങ്ങനെ കോൺടാക്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അത് മെഡിറ്റേഷൻ വഴിയാണ് സാധ്യമാകാം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇന്ന് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഒരു ആളൊഴിഞ്ഞ സ്ഥലം, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഫ്രീ ആയി കിടക്കുന്ന ഒരു സ്പേസ്, നിങ്ങൾക്ക് ഇരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് നമ്മൾ കണ്ടെത്തുക. ചമ്രം മറിഞ്ഞാണ് നമ്മൾ ഇരിക്കുക. മെഡിറ്റേഷൻ ചെയ്യുന്ന ഇത് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. പിന്നെ ബെഡ്റൂം നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക എന്നതാണ് ബെറ്റർ. ബെഡ്റൂമിൽ ഇരുന്ന് ആരും മെഡിറ്റേഷൻ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നോയ്സ് ഫ്രീ ആയ സ്ഥലമായിരിക്കണം കേട്ടോ. പിന്നെ ആൾക്കൂട്ടത്തിന് ഇടയിൽ ഇരുന്നിട്ടൊന്നും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പാടില്ല. നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ ഇരുന്നിട്ടും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പാടില്ല. അതായത് ബാത്റൂമിൻ്റെ സൈഡുകൾ, റോഡ് സൈഡുകൾ, അതേപോലെ തന്നെ ഭയങ്കര നോയ്സി ആയ ബാൽക്കണികൾ, പിന്നെ കിച്ചൻ്റെ അടുത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം, നിങ്ങൾക്ക് എവിടെയാണോ ഇരിക്കുമ്പോൾ പോസിറ്റിവിറ്റി കിട്ടുന്നത് അങ്ങനെ ഒരു സ്ഥലം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നെഗറ്റീവ് എനർജീസിൻ്റെ ഒരു കളിയാണ്. അവരാണ് പിന്നെ ഇവിടെ ഉണ്ടാകുക. പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് അവരുമായിട്ടാണ് നമ്മൾ കണക്റ്റ് ആവുക. നമുക്ക് നെഗറ്റീവ് എനർജീസ് വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് സൂര്യൻ ഉദിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. പിന്നെ ചില ആളുകളുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് 3 മണി തൊട്ട് 3:30 വരെയുള്ള സമയത്തിനുള്ളിലൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് ഈ പരിപാടിക്കൊന്നും പോകണ്ട. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും ഒരു വെട്ടം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. പിന്നെ തെക്കോട്ട് തിരിഞ്ഞിരിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. ബെറ്റർ വേ എന്ന് പറയുന്നത് നമ്മൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കുക, നോർത്ത് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത്, നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങാനായിട്ട് മുന്നേ നമ്മൾ മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ദൈവത്തോട് സിൻസിയർ ആയിട്ട് ഒരു പ്രാർത്ഥന നടത്താം. ദൈവത്തോട് നമ്മുടെ സ്പിരിച്വൽ ഗാർഡിയനോട്, സ്പിരിറ്റ് ഗൈഡിനോട് നമ്മൾ സിൻസിയറായിട്ട് ഷോർട്ടായിട്ട് വളരെ 2-3 വാചകത്തിലുള്ള ഒരു പ്രയർ നമ്മൾ നടത്താം. കണ്ണടച്ചിരിക്കുക. നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് നമ്മൾ നിരീക്ഷിക്കുക. അതൊക്കെ ഒന്ന് അകറ്റി നിർത്താനായിട്ട് നോക്കുക. അതിനായിട്ടുള്ള ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് മനസ്സിനെ ബ്ലാങ്ക് ആക്കുക എന്നാണ് പറയുക. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അകലെയുള്ള സൗണ്ടുകൾ അതിനെ നിരീക്ഷിക്കുക, അതിനെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ കൊണ്ടുവരാനും ബ്ലാങ്ക് ആക്കാനും ആയിട്ട് പറ്റും. ഈ ചിന്തകൾ വരികയാണെങ്കിൽ വന്നോട്ടെ, സ്വാഭാവികം. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചിന്തകളുടെ ഒരു ഫ്ലോ തന്നെയാണ് നമ്മുടെ മനസ്സ്, ബ്രെയിന്, നമ്മൾ തന്നെ. അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തുമ്പോൾ നമുക്ക് ഫോഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ആ ചിന്തകൾ വരട്ടെ, വീണ്ടും നമ്മൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇനി തിരിച്ചു വന്ന് നമ്മൾ മനസ്സിനെല്ലാം ബ്ലാങ്ക് ആക്കി 2 മിനിറ്റ് ശ്രദ്ധിച്ച് കേൾക്കണം. 2 മിനിറ്റ്, അല്ലെങ്കിൽ കൂടി വന്നാൽ 3 മിനിറ്റ്. ഇത്രയും മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഈ മെഡിറ്റേഷനിൽ കണക്റ്റായ ചിന്തകളെ ബ്ലാങ്ക് ആക്കി, മനസ്സിനെ ബ്ലാങ്ക് ആക്കി ഇരിക്കാനായിട്ട് പാടുള്ളൂ. ഈ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. അതിനേക്കാൾ കൂടുതൽ നേരം നമ്മൾ ഇരിക്കാനായിട്ട് പാടില്ല. കേട്ടല്ലോ. ഇങ്ങനെയാണ് നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു തുടങ്ങേണ്ടത്. ഇത്രേ നമുക്ക് ലൈഫിൽ ആവശ്യമുള്ളൂ. അതിനുശേഷം നിങ്ങൾ കണ്ണ് സാവധാനം തുറക്കുക, നല്ല ബ്രീത്ത് എടുക്കുക. നമ്മൾ ഈ ദൈവത്തിനോടും നമ്മളെ സ്പിരിറ്റ് ഗൈഡിനോടും ഒക്കെ സിൻസിയറായിട്ട് ഷോർട്ടായിട്ടൊരു താങ്ക്സ് പറയുക, ഒരു പ്രയർ ചെയ്യാം. അത്രേ വേണ്ടൂ. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 3 മണിക്കൂർ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ നമ്മൾ ചെയ്യരുത്. ഓക്കെ, ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഈ കളികാലത്തിൽ നമ്മുടെ ഈ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. അവർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് വളരെ എഫക്റ്റീവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് മാറിപ്പോകും. ഇങ്ങനെ ചെയ്ത് നമ്മൾ സ്പിരിറ്റ് ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അവരോട് അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, നമ്മൾ ഏത് വഴിക്കാണ് പോകേണ്ടത്, എന്താണ് ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വപ്നത്തിലൂടെയും അതേപോലെ തന്നെ കുറച്ച് ശബ്ദങ്ങളായിട്ടും ദൃശ്യങ്ങളായിട്ടും ഒക്കെ നമുക്ക് ഉറക്കത്തിലായിരിക്കും നമുക്ക് മിക്കവാറും ലഭിക്കാനായിട്ട് സാധ്യത. ഇനി ഈ സ്വപ്നങ്ങളെ എങ്ങനെ ഗ്രഹിച്ചെടുക്കാമെന്നും അതിൽ നിന്നും എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ